ഫോറൻസിക്കിന് എത്ര പേര് അല്ലെങ്കിൽ പഴയ പോലെ മെമ്മറീസിന്റെ ടൈപ്പാണോ അല്ലെങ്കിൽ ഇതിലൊന്നും പെടാത്തതിനെ ഡീസന്റ് ത്രില്ലർ എന്നൊക്കെ പറയാറ്. പക്ഷെ ഇതിൽ കാണാത്ത പ്രേക്ഷകരോട് ഇതിൽ ഏത് ടൈപ്പ് എന്ന് പറയാം? കാണാത്ത പ്രേക്ഷകരോട് കണ്ടു നോക്കുന്ന പറയാം. അല്ലാണ്ട് വേറെ ഏതെങ്കിലും സിനിമ പോലത്തെ സിനിമയാണെന്ന് പറയാൻ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ സിനിമകളെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ ഓരോ സിനിമയും ആസ്വദിക്കുന്നത്. ഞാൻ ഏത് സിനിമയാണെങ്കിലും ആ സിനിമയെ ആണ് ആസ്വദിക്കുന്നത്. മറ്റേതുപോലെയാണോ മറിച്ചതുപോലെയാണോ എന്ന് വെച്ചിട്ട് നമ്മൾ ആസ്വദിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമ ആസ്വദിക്കാൻ പറ്റാണ്ട് പോകും. മറ്റു സിനിമയിലെ പോലെയാണോ അതാണോ ഇതാണോ നല്ലതെന്നുള്ള എനിക്ക് പൊതുവേ അങ്ങനത്തെ കമ്പാരിസൺസ്, അത് സിനിമകൾ തമ്മിലാണെങ്കിലും മനുഷ്യന്മാർ തമ്മിലാണെങ്കിലും കമ്പാരിസൺസ് അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. അതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക ഈ സിനിമ എന്താണോ അതിന് ആ രീതിയിൽ കാണുക. മറ്റെല്ലാ സിനിമകളെയും അതെന്താണോ അത് എന്നുള്ളത് അതിന്റെ രീതിയിലാണ് ഞാൻ. അല്ലാതെ വേറെ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടല്ല ഞാൻ സിനിമകൾ തന്നെ. ഈ പറഞ്ഞ സിനിമകളൊക്കെ ഇവിടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അതുപോലെ ഈ സിനിമ പ്രേക്ഷകർക്ക് ഈ സിനിമയായിട്ട് കാണുമ്പോൾ ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഈ ജനുവരി എന്ന് പറഞ്ഞാൽ ത്രില്ലർ ഫിലിമാണ് കൂടുതലായിട്ട് വരുന്നത്. ഇനി ആസിഫലിന്റെ പടം വരാറുണ്ട്, ബേസിലിന്റെ പടം വരാറുണ്ട്. ഇതൊക്കെ അപ്പൊ ഈ മാസത്തിൽ തന്നെ ചൂസ് ചെയ്യാൻ കാരണം എന്താ, പിന്നീട് അറിയാവുന്നതല്ലേ? അങ്ങനെ അതൊരു കോമ്പറ്റീഷൻ ആണെന്ന് വിചാരിക്കുന്നുണ്ടോ? മനസ്സിലായി. അതായത് ഈ മാസത്തിൽ തന്നെ ഇത് റിലീസ് ആവാനുള്ള കാരണം എന്താണ്? കാരണം ഇപ്പൊ മമ്മൂക്കയുടെ പടം ത്രില്ലർ ഫിലിമായിട്ട് ജനുവരി 2-ാം തീയതി ആയതുകൊണ്ട് ഈ മാസത്തിൽ റിലീസായിരിക്കും. അല്ലാതെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയുടെ കാര്യങ്ങളെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയ്ക്ക് ഇതിന്റെ പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ഇതിന്റെ ഡയറക്ടറും ഒക്കെ ചർച്ച ചെയ്തിട്ട് ഈ ദിവസമാണ് നല്ലതെന്ന് തോന്നിയത് കാരണം കൊണ്ട് ഈ സിനിമ ഇന്നത്തെ ദിവസം റിലീസായി. അത് അല്ലാതെ അതിനപ്പുറത്തേക്ക് നമുക്ക് ബാക്കിയുള്ള എന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കണം ഒരു സിനിമ റിലീസാകാൻ എന്ന് എനിക്കറിയില്ല. അല്ല, എനിക്ക് പൊതുവെ എല്ലാതരം സിനിമകളും ചെയ്യണം, പലതരം സിനിമകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നോക്കുന്ന സമയത്ത് ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടമാണ്, അല്ലാതെ കുറച്ച് പീരിയഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്, അല്ലെങ്കിൽ ലോങ് കോംസ് ഇഷ്ടമാണ്, എല്ലാതരം സിനിമകളും ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്തിട്ടില്ലാത്ത ജോണറിലുള്ള സിനിമകൾ തുടർന്ന് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടൈപ്പ് മാത്രം അങ്ങനെ അത് എനിക്കും അത് ഭയങ്കര റിപ്പീറ്റേറ്റീവായിട്ട് വന്നേക്കാം. ഞാൻ ഒരേ തരം സിനിമകൾ തന്നെ നിരന്തരമായിട്ട് ചെയ്താൽ പലതരം സിനിമകളിൽ ഭാഗമാകുക, പലതരം കഥാപാത്രങ്ങൾ ചെയ്യുക, നമ്മുടെ കഴിവിന്റെ പരമാവധി അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതല്ലാതെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെർട്ടിക്കുലർലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമോ ഇഷ്ടക്കേടോ ഇല്ല. സിനിമ എന്ന് പറയുന്ന മാധ്യമം നമുക്ക് ഓഫർ ചെയ്യുന്നത് പലതരം കാഴ്ചകളാണ്. അപ്പൊ ആ പലതരം കാഴ്ചകളിൽ ആകർഷണമായിട്ടാണ് ഞാൻ സിനിമ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ എനിക്കും തുടർന്നും വർക്ക് ചെയ്യുന്ന സമയത്ത് പലതരം കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകർക്കും മുന്നിലേക്ക് സൃഷ്ടിച്ചു വയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള സംവിധായകരുടെയും പലതരം കാസ്റ്റിനെയും കൂടെ ശ്രമിക്കാൻ സാധിക്കുക. മലയാളത്തിൽ ഇന്നവരെ കാണാത്ത കഥാഗതിയാണ് ഇതിന്റെ അവസാനം. ഇതിലെ കഥാഗതിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് പ്രേക്ഷകരാണ് ജഡ്ജ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാല്. പക്ഷെ അത് മുൻകൂട്ടി പടം റിലീസ് ആവുന്നതിന് മുന്നേ തന്നെ അത് പറയുന്നത് ഒരു പാക്കേജ് ആണ്. ഇത് പറയുന്നത് കൂടുതൽ അൾട്ടിമേറ്റ്ലി നമ്മൾ ശ്രമിച്ചിട്ടുള്ളത് ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. കണ്ടു തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് എന്നുകൂടെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. ചോദ്യം കേട്ടില്ലേ? അല്ല, ഇത് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പാക്കേജ് ആയിട്ട് വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദിച്ചത്. അല്ല, ഞങ്ങൾ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ പ്രേക്ഷകരാണ് കണ്ട് തീരുമാനിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പാക്കേജ് നമ്മൾ എടുക്കുന്നില്ല. നമുക്ക് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടല്ല സിനിമകൾ എടുക്കുന്നത്. ഞാൻ അങ്ങനെ ആസ്വദിക്കുന്നത്, ഞങ്ങൾ അങ്ങനെ ആസ്വദിക്കുന്നത് മറ്റ് സിനിമകളാണ്. നമ്മൾ ചെയ്യുന്ന സിനിമകൾ നമുക്ക് അങ്ങനെ ഒരു പരിധി വിട്ട് ജഡ്ജ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ആസ്വദിക്കാനോ പറ്റില്ല. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് അതിനകത്ത് എന്റർടൈൻഡ് ആവുകയാണെങ്കിൽ അവർ തന്നെയാണ് അതിനെ വിലയിരുത്തേണ്ടത്. അത് എന്നും അങ്ങനെ തന്നെയാണല്ലോ.